കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ, അതായത് വ്യക്തമായി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്, രാഹുൽ ഗാന്ധി എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു വെറുക്കപ്പെട്ടവനായിരുന്നു. പേര് കേൾക്കുന്നത് തന്നെ മുഖ്യനൊരു കലിപ്പായിരുന്നു. പക്ഷെ പിന്നീട് തകർക്കാൻ കഴിയാത്തൊരു നേതാവായി രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായതോടെ നിലപാട് ചെറിയ രീതിയിൽ ഒന്ന് മാറ്റി. ഇപ്പോൾ വയനാട് ദുരന്തം സംഭവിച്ചതോടെ കയ്യിൽ നയാപ്പൈസ ഇല്ലാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധി വലിയ മനുഷ്യൻ തന്നെയാണ്. വയനാട് ദുരന്തത്തെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും അതൊന്നും കാണിക്കാതെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി മുഴുവൻ സഹായ വാഗ്ദാനങ്ങൾ നൽകി ദുരന്തഭൂമിയിൽ നേരിട്ടെത്തിയപ്പോൾ മറ്റുള്ളവരുടെ കാര്യം വ്യക്തമാക്കുകയാണ് പിണറായി. രണ്ടാമതും മൂന്നാമതുമായി നരേന്ദ്രമോദിയും അമിത്ഷായും വിളിച്ചിരുന്നു. രണ്ടാമത് പ്രധാനമന്ത്രി മോദിയും പിന്നീട് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിളിച്ച് വിവരം അന്വേഷിച്ചു. കേന്ദ്രത്തിന് വേണ്ടി വിളിച്ച ഈ രണ്ടുപേരും എന്ത് സഹായവും നൽകാൻ സന്നദ്ധരാണ് എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നിലപാട് മാറി എന്ന യാഥാർത്ഥ്യമാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് കേരളത്തെ അകമഴിഞ്ഞ് സഹായിച്ച ഏക ദേശീയ നേതാവാണെന്ന് പറഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ. അമിത്ഷായും നരേന്ദ്രമോദിയും ദുരന്തം കൊണ്ട് പുളയുന്ന ഒരു നാടിനെ മുന്നറിയിപ്പിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ നോക്കിയതും കുത്തിത്തിരിപ്പ് നടത്തിയതും മാത്രമാണ്. ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ സംയുക്തമായി നടപടിയെടുക്കുകയാണ് വേണ്ടത്. ശാസ്ത്രീയ മാർഗത്തിലൂടെ ഇതിന് സാധിക്കണം. കേന്ദ്രത്തിനും ഇതിൽ പങ്കുണ്ടെന്നും ഈ ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം സങ്കുചിത താല്പര്യങ്ങൾക്കായി ദുരന്തത്തെ ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും പറഞ്ഞ മുഖ്യൻ അക്കൂട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്നും തുറന്നടിച്ചു. അമിത്ഷായ്ക്ക് പുറമെ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവിൻ്റെ പ്രസ്താവനയും നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ളതാണ്. പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനനവുമൊക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാര്യമറിയാതെ സംസാരിക്കുന്ന കേന്ദ്ര മന്ത്രിമാർ ദുരന്തം നടന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി സഹായിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ സഹായം എത്തിക്കാൻ മുന്നിൽ നിന്നതും സഹായങ്ങൾ പ്രഖ്യാപിച്ചതിലും മുന്നിൽ രാഹുൽ ഗാന്ധിയാണെന്ന വ്യക്തമായ സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ മനുഷ്യ സ്നേഹത്തിനെ അംഗീകരിച്ചല്ലോ പിണറായി വിജയൻ എന്നതൊരാശ്വാസമാണ്. പൊതുജനങ്ങൾ മിക്കവാറും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറയുമ്പോഴും അക്കാര്യത്തിൽ ചേർത്ത് പിടിച്ചതും പ്രതിപക്ഷ നേതാവടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. ഏതായാലും ഒറ്റക്കെട്ടായ അതിജീവനം വിജയിക്കും എന്നതിൻ്റെ സൂചനയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ.